ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ പി വ്ളോഗ്. ഇപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വ്ളോഗാണ് നമ്മുടെ. ഇന്ന് എനിക്ക് അത്ര സന്തോഷമുള്ള ദിവസമല്ല, എനിക്ക് ഇത്തിരി വിഷമവും കാരണമൊക്കെ ഉള്ളൊരു ദിവസമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടുകാർക്ക് വിഷമമുള്ളൊരു ദിവസമാണ്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ആൻറ്റിയും എൻ്റെ അനിയത്തിയും എൻ്റെ മാമനും ഒരു 3 തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കണതും അവരുടെ ഇപ്പോൾ അവർ താമസിക്കുന്ന വീട്ടിലൊക്കെ പോയി അവരെ കണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡൊക്കെ ചെയ്തിരിക്കണ ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതെങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക, കൊള്ളാമെങ്കിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അങ്ങാട് പോകണം. നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാനൊക്കെ ഇപ്പോൾ റെഡിയായി. അച്ഛൻ ചോറ് ഒന്നുള്ളൂ, അമ്മ അവിടെ ബാക്കിൽ തുണി മടക്കി വെക്കാനുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുന്നു, അവരെടുക്കുന്നു. കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോവുകയുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആൻറ്റിയും മാമനും എല്ലാവരും പറവൂരിൽ ഇപ്പം ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ അവർക്കൊരു വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകാൻ പോണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബാക്കി പരിപാടി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി, അവരൊക്കെ ഇറങ്ങി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇടാൻ പോണേ. ചായ വെയിലത്തൊരു ചായ ഭ്രാന്താണെന്ന് ആരും വിചാരിക്കരുത്. ചായ വെറുതെ കൊണ്ട് തന്നപ്പോൾ ഞാൻ കുടിച്ചതുള്ളൂ. ചായ ടൈമായി. ഇതിപ്പോലും അതിലേക്ക് വിശക്കുണ്ട് ഗൈസ്. പൊള്ളി ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടില്ല, വേറെ റെഡിയും കാരണമൊന്നും ആയിട്ടില്ല. റെഡിയായിട്ട് കാര്യങ്ങളൊക്കെ ആവണുള്ളൂ. ചായ കുടിച്ച് അതിൽ കൂടെ ഇറങ്ങുള്ളൂ. ഞാൻ പറഞ്ഞില്ല, 10 മണിക്കാണ് ഫ്ലൈറ്റ്. വേറെ കാര്യങ്ങളും ഒന്നുമില്ല. റെഡി ചായ കുടിച്ച് എല്ലാവരും റെഡിയായി ഇറങ്ങണം. അതിനുള്ള പരിപാടികൾ എല്ലാ പാക്കിങ് സംഭവങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. സെറ്റാണ്, ഓക്കെയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വൈകും. എല്ലാവരും ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ബാഗെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ച് വണ്ടി വരണ്ട. ഓക്കെ, വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വന്നു കേരളക്ക് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണത്. അപ്പോൾ ലഗേജും പിന്നെ ഞങ്ങൾ 2 പേര് ഈ വണ്ടിയിലായിരിക്കും, ബാക്കിയുള്ളവർ ഇന്നോവയിലായിരിക്കും പറഞ്ഞത്. വണ്ടി കേരളത്തിൽ അവിടെ വന്നിട്ടുണ്ട്, അത് കയറുമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോണത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കണം, എന്നാലേ ഇതാവുള്ളൂ. കാരണം വഴി ഇച്ചിരി സീനാണ്. ഞാൻ കാണിച്ചത് ഫ്രണ്ട് ക്യാമറ എടുക്കണത് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇതാണ് വഴിയുടെ അവസ്ഥ. അതുകൊണ്ട് സംശയമാണ്. ബാക്കി വീഡിയോസ് തന്നെ നമ്മുടെ വണ്ടി ഇതാണ്. വണ്ടി ഇട്ടുണ്ട് അവിടെ മാറിക്ക. നമ്മുടെ ഒരു പക്കത്താണ് നിൽക്കണത്. ഓക്കെ, കുഴപ്പമില്ലാണ്ട് കയറി ഒരു നമുക്ക് വിഷമകരമായ നിമിഷത്തിരിക്കുകയാണ്. എല്ലാവരും പോവാണ്. അപ്പോൾ എല്ലാവരും എവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങളിന്ന് എവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് ആരൊക്കെ എന്തൊക്കെ കാര്യം എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് കാണാം. വണ്ടികളൊക്കെ വളച്ച് വന്നിട്ടുണ്ട്. എയർപോർട്ട് എത്തി ഗൈസ്. പാർക്ക് ചെയ്യാൻ വന്നാണ്. പാർക്കിങ്ങിൻ്റെ പൈസ കൊടുക്കണത്. എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനൽ 3-ലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്.
അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ. പൈസ കൊടുത്ത് പാർക്കിംഗ് ചെയ്ത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് കയറി പോലീസ് വന്നിട്ട് വന്നവരെ കൂടെ വന്നവരൊക്കെ പോയി. ഇനി ഇപ്പോൾ ബാക്കിയുള്ളവരും പോയി. അകത്തേക്ക് പോയൊരു ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത്ര നേരം നിൽക്കരുത്. പിന്നെ ഭയങ്കര സൗണ്ടാണ്, ഒന്നും കേൾക്കോ ഇല്ലൊന്നും എനിക്കറിയില്ല. ഭയങ്കര സൗണ്ടാണ്. മൈക്കില്ലാത്തതിൻ്റെ വളരെ നല്ല ഇഷ്യൂ ഉണ്ട്. ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുക ചെയ്തത്, കാരണം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സൗണ്ട് സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ അവരൊക്കെ അകത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും, നമുക്ക് നേരെ വീട്ടിൽ പോവാം. വേറെ സീനൊന്നുമില്ല. അപ്പോൾ അച്ഛനമ്മയൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാട്ടോ. എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം, കമൻറ്റായിട്ട് അറിയിക്കാം. ഇപ്പോൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. നേരത്തെ വന്ന വഴി തന്നെ നേരെ പോവുക, വണ്ടി എടുക്കാൻ നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ വെച്ചാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.